ടു ശ്രീമാത്സ്. ഞാൻ വിവിധ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് ഈ ടോപ്പിക്ക് സംബന്ധിച്ച് ട്രെയിൻ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം ഇത് സംബന്ധിച്ച് ഒരു പാർട്ട് ആദ്യം ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കൺഫ്യൂഷൻ മാറ്റി നമ്മൾ ചെയ്ത് പോയാൽ നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. വിശദമായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് ഇവിടെ രണ്ട് ട്രെയിനുകളാണ്. രണ്ട് ട്രെയിൻ ഒരെണ്ണത്തിൻ്റെ ദൂരം 140 മീറ്റർ, രണ്ടാമത്തേൻ്റെ ദൂരം 100 മീറ്റർ. അത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. രണ്ട് ട്രെയിനുകളുടെയും കൂടെ ദൂരം കൂട്ടണം. അതാണ് ആകെ ദൂരം. അതായത് 240 മീറ്റർ. നമുക്കിവിടെ ടൈമാണ് കാണേണ്ടത്. ടൈം കാണാനുള്ള സമയമാണ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം കാണാനുള്ള ഫോർമുല ടൈം സമയം സമം ദൂരം ബൈ വേഗത. ഇവിടെ രണ്ട് ട്രെയിനുകളാണ് ഉള്ളത്. 140 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനും 100 മീറ്റർ ദൂരമുള്ള ഒരു ട്രെയിനും. ഇതിന് രണ്ട് സ്പീഡുണ്ടല്ലോ. രണ്ട് ട്രെയിനാകുമ്പോൾ രണ്ട് സ്പീഡ് ഉണ്ടാകും. ആദ്യത്തേതിൻ്റെ സ്പീഡ് 40 km/h. അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 40 km/h. ഇനി അടുത്ത ട്രെയിനിൻ്റേതോ 32 km/h. അതായത് രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട്. ഒരേ ദിശയിലാണ് ഇവ പോകുന്നത്. സമാന്തര പാതകളിൽ സമാന്തര പാത എന്ന് പറയുന്നത് ഒരു പാത, ഇത് വേറൊരു പാത. ഇങ്ങനെ ഒരേ ദിശയിലാണ് പോകുന്നതെന്നുള്ളത് സമാന്തര പാതകളിൽ. അതായത് ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആപേക്ഷിക വേഗത കാണണം. അതായത് അതാണ് സ്പീഡ്. അതിനെ നമുക്ക് ഇത് തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 32 km/h 40 km/h. അതായത് 40-ൽ നിന്ന് 32 കുറയ്ക്കുക. അതായത് 8 km/h. ഇനി നമുക്ക് ഇവിടെ മീറ്ററിലാണെന്നുള്ളത്. ഇവിടെ ആപേക്ഷിക വേഗത സ്പീഡ് നമുക്ക് കിട്ടിയത് 8 km/h. അതിനെ നമുക്ക് മീറ്റർ/സെക്കൻഡിലാക്കണം. ഒരേ യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതിനെന്ത് ചെയ്യണം? സമം 8 × 5/18. 8 × 5/18. അതായത് 40/18. ചെറിയ യൂണിറ്റ് ആക്കാൻ ചെറിയ യൂണിറ്റ് ഇട്ട് ഗുണിക്കണം. അതായത് മീറ്റർ/സെക്കൻഡ് ചെറുതാണ്, അതുകൊണ്ട് ചെറുതിട്ട് ഗുണിക്കണം. ഇനി നമുക്ക് എന്താ കാണേണ്ട? സമയമല്ലേ കാണേണ്ടത്. എത്ര സമയം എടുക്കുമെന്നാണ് ടൈമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 40/18 വേഗത, ആപേക്ഷിക വേഗത. അത്രയും മീറ്റർ/സെക്കൻഡ്. നമുക്ക് എന്ത് ചെയ്യണം? സമയം കാണാൻ ആകെ ദൂരം ഡിവൈഡഡ് ബൈ ഈ ആപേക്ഷിക വേഗത കണ്ടുവച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അതായത് ആകെ ദൂരം എത്രയാണ് അതും കണ്ടുവച്ചിട്ടുണ്ട്. 240/40/18 സമം ഈ ഒരു ഫ്രാക്ഷൻ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ വന്നാൽ ഭിന്നസംഖ്യ അടിയിലെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 240 × 18/40. അതായത് 108 സെക്കൻഡ്. 108 സെക്കൻഡ്. ഇത് മനസ്സിലാക്കാൻ രണ്ട് ട്രെയിനുകൾ സമാന്തര ദിശയിൽ ആണ് പോകുന്നത്. എതിർ ദിശയിലാണെങ്കിൽ ആപേക്ഷിക വേഗത സ്പീഡ് കാണാൻ കൂട്ടണം. ഒരേ ദിശയിലാണെങ്കിൽ സ്പീഡ് കാണാൻ കുറയ്ക്കണം. ഇതേ ചോദ്യം തന്നെ നമുക്ക് ഈ എതിർ ദിശയിൽ ഒരേ ദിശയിൽ എന്നുള്ളത് മാറ്റിയിട്ട് അങ്ങനെയും വരാം. രണ്ട് പാതകളിൽ എതിർ ദിശയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയും ചോദിക്കാം. അങ്ങനെ വന്നാൽ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ആപേക്ഷിക വേഗത അല്ലെ റിലേറ്റീവ് സ്പീഡ് രണ്ട് ട്രെയിനുകളുണ്ടല്ലോ അത് കാണാൻ വേണ്ടി
വലിയ സ്പീഡ്, രണ്ട് സ്പീഡുകളും കൂടെ കൂട്ടിയാൽ മതി. രണ്ട് വേഗം 40 km/h 32 km/h എതിർ ദിശയിലാകുമ്പോൾ അത് ഉടനെ തന്നെ പറയാൻ കാരണം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി. അതായത് 72 km/h. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിൻ്റെയും കൂടെ നീളം കൂട്ടിയാൽ മതി. രണ്ടും കൂടി 140 മീറ്ററും 100 മീറ്റർ, അതായത് 240 മീറ്റർ. ഇനി നമ്മൾ ഫോർമുല ഇത് മാറ്റണം. ഇവിടെ km/h ആണ്, ഇവിടെ മീറ്ററാണ്. ഇത് മീറ്റർ/സെക്കൻഡിൽ ആക്കാൻ എന്ത് ചെയ്യണം? 72നെ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റാണ്, km/h വലിയ യൂണിറ്റാണ്. അതിന് നമ്മൾ 5 ചെറിയ യൂണിറ്റ് ഇട്ട് ഇൻറ്റു ചെയ്യണം. അതായത് 5/18. തിരിച്ച് km/s km/h ആക്കണമെങ്കിൽ വലിയ യൂണിറ്റ് തിരിച്ചിട്ട് 18/5 ഇട്ട് ഗുണിക്കണമായിരുന്നു. അതായത് 20 മീറ്റർ/സെക്കൻഡ്. ഇനി നമുക്കങ്ങ് ചെയ്യുകയേ വേണ്ടു, ഫോർമുല എഴുതിയിട്ട് അങ്ങ് ചെയ്യുകയേ വേണ്ടു. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡെന്ന് പറയുന്നത് നമ്മൾ ആ കണ്ടു വെച്ചേക്കുന്ന ആപേക്ഷിക വേഗത km/h മീറ്റർ/സെക്കൻഡിലാക്കി വെച്ചിട്ടുണ്ട് 20. ഇനി ചെയ്താൽ മതി. ഇത് മീറ്ററിലാണ്, ഇത് മീറ്റർ/സെക്കൻഡിലാക്കി. അതായത് ആകെ ദൂരം എന്താ, ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 240 ഡിവൈഡഡ് ബൈ 20 മീറ്റർ/സെക്കൻഡ്. അതായത് 240നെ 20 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതായത് 12 സെക്കൻഡ്. ഇത് എതിർ ദിശയിലാണെങ്കിലുള്ള ഇത്. ഒരേ ദിശയിലാണെങ്കിൽ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. പിന്നെ എതിർ ദിശയിലാണെങ്കിൽ ആപേക്ഷിക വേഗത കാണാൻ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. നമുക്ക് ട്രെയിനിൻ്റെ ദൂരം തന്നിട്ടുണ്ട് 250 മീറ്റർ. ഈ സ്പീഡ്, ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 40 km/h. ആളിൻ്റെ സ്പീഡ് എത്രയാണ്? മനുഷ്യൻ്റെ സ്പീഡ് എത്രയാണ്? 4 km/h. ഇനി റിലേറ്റീവ് സ്പീഡ് കാണാൻ, ആപേക്ഷിക വേഗത കാണാൻ ഈ ഒരേ ദിശയിലായതുകൊണ്ട് സ്പീഡ് തമ്മിൽ കുറച്ചാൽ മതി. 40ൽ നിന്ന് 4 കുറയ്ക്കുക, അതായത് 36 km/h. അതായത് അതിനെ നമുക്ക് മീറ്റർ/സെക്കൻഡ്, ഇവിടെ മീറ്ററിലാണെന്നല്ലോ തന്നേക്കുന്ന ദൂരമൊക്കെ, അതുകൊണ്ട് മീറ്റർ/സെക്കൻഡിലാക്കാൻ 36 ഗുണം 5/18. ചെറിയ യൂണിറ്റ് ആക്കാൻ ചെറുതിട്ട് ഗുണിക്കുക, 5/18. km/h ആക്കാനാണെങ്കിൽ 18/5 വലിയ യൂണിറ്റ്, അതായത് 10 മീറ്റർ/സെക്കൻഡ്. അതായത് ഇവിടെ നമുക്ക് സമയമാണ് കാണേണ്ടത്. അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് 250 ബൈ സ്പീഡ് കണ്ടു വെച്ചിട്ടുണ്ട് മീറ്റർ. ഇതെല്ലാം ഒരേ യൂണിറ്റിലായതുകൊണ്ട് ഇനിയൊന്നും ചെയ്യണ്ട, അങ്ങ് ചെയ്താൽ മതി. സമം 25 സെക്കൻഡ്. അതാണ് ഉത്തരം. അപേക്ഷ വേഗത മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരേ ദിശയിലാണ് സ്പീഡ് കുറയ്ക്കണം, എതിർ ദിശയിലാണ് സ്പീഡ് കൂട്ടണം. നമുക്ക് നോക്കാമല്ലോ ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്. ദൂരം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് 360 കിലോമീറ്റർ. 360 കിലോമീറ്റർ. ഇവിടെ സമയം തന്നിട്ടുണ്ട് 4 മണിക്കൂർ 30 മിനിറ്റ്. അത് ഇവിടെ കിലോമീറ്റർ ഇത് ഈ യൂണിറ്റ് ആയതുകൊണ്ട് ഈ മിനിറ്റിനെയും കൂടെ അങ്ങ് മണിക്കൂറിലാക്കണം. അതായത് 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് അരമണിക്കൂറാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 30 മിനിറ്റ് എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. അതായത് 4.5 മണിക്കൂർ മണിക്കൂറിലാക്കാം. അതായത് യൂണിറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതായത് ഈ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി മാറ്റണം. അതായത് 4 × 2 + 1, ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക, ബൈ 2. അതായത് ഗുണിക്കുന്നതിനെ ഒന്ന് ചെയ്യുക, വാട്ട് മാസ് ചെയ്യണം. 8 + 1/2, അതായത് 9/2 മണിക്കൂർ. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. വേഗതയാണ് ചോദിച്ചേക്കുന്നത്, ശരാശരി വേഗത സമം ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് 360 ഡിവൈഡഡ് ബൈ ടൈം 9/2. ഒരു ഭിന്നസംഖ്യ ഛേദത്തിൽ വന്നാൽ അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 360 ×
2/80, അതായത് 40 × 2 80 km/h. ഇവിടെ എല്ലാം അവറിലും കിലോമീറ്ററിലും ഒക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇതുവരെ പഠിപ്പിച്ച ഈ ട്രെയിനിനെ സംബന്ധിച്ച ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.